നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. വീടിന് തീപിടിച്ച അമ്മയും മകളും മരിച്ചു. സംഭവം ചീമേനിയിൽ. ആത്മഹത്യയാണെന്ന് സംശയം. ജനസാഗരം സാക്ഷി ചരിത്രം തിരുത്തിയെഴുതി വാദി തൊയ്ബ. SYS സംസ്ഥാന സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലെത്തുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജനം ഒന്നിക്കണമെന്നും തങ്ങൾ. ഹോസ്റ്റലിൽ സുരക്ഷ തേടി വിദ്യാർത്ഥികൾ. കേന്ദ്ര സർവകലാശാലയ്ക്ക് മുന്നിൽ സ്റ്റുഡന്റ് യൂണിയന്റെ രാപ്പകൽ സമരം. മഞ്ചേശ്വരത്ത് തലയോട്ടിയും മസ്തികൂടവും കണ്ടെത്തിയ സംഭവം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആത്മസായുജ്യം തേടി നൂറുകണക്കിന് ഭക്തർ. നെല്ലിക്കുന്ന് അന്നപൂർണേശ്വരി ദേവിക്ക് മുന്നിൽ പൊങ്കാലയർപ്പിച്ചു. ദാനം നൽകുന്ന വീടുകളുടെ എണ്ണം 211. സമാനതകളില്ലാത്ത നന്മയുമായി സായിറാം ഗോപാലകൃഷ്ണ ഭട്ട്. വിശദമായ വാർത്തകളിലേക്ക്. വീടിന് തീപിടിച്ച് അമ്മയും മകളും വെന്തു മരിച്ചു. ചീമേനിയിലാണ് സംഭവം. ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നു. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ്. ചീമേനിയിൽ വീടിന് തീപിടിച്ച് അമ്മയും മകളും മരിച്ചു. ചീമേനി നെട്ടൂരിലെ പരേതനായ വെള്ളുങ്ങന്റെ ഭാര്യ ലക്ഷ്മി അമ്മയും മകൾ അനിതയുമാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ വീടിന് തീപിടിച്ചതായി നാട്ടുകാർ കാണുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും എത്തി തീയണച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ലക്ഷ്മി അമ്മയുടെ മകനായ രാജേഷ് അന്യമതത്തിൽപ്പെട്ട യുവതിയുമായി പ്രണയത്തിലായിരുന്നു. അമ്മയുടെയും സഹോദരിയുടെയും എതിർപ്പ് വകവയ്ക്കാതെ രാജേഷ് മാർച്ച് 23-ന് വിവാഹം നടത്തുവാനും തീരുമാനിച്ചിരുന്നു. ഇതിൽ മനംനൊന്താണ് അമ്മയും മകളും തീവച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ ചീമേനി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. സംഭവത്തിൽ ചീമേനി പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനസാഗരം സാക്ഷി. കേരളം കാസർഗോട്ടേക്ക് ഒഴുകിയ നിമിഷത്തിൽ വാദി തൊയ്ബ പുതിയ ചരിത്രം എഴുതി. SYS 60-ാം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ദിരാനഗറിൽ പ്രോജ്വല സമാപനം. പൈതൃകത്തിന്റെ ചരിത്രഭൂമികയിലേക്ക് ഒഴുകിയ ജനസാഗരം വാദി തൊയ്ബയിൽ പാൽക്കടൽ തീർത്തപ്പോൾ കാസർഗോഡിന്റെ നാൾവഴികളിൽ ദർശിക്കാനാവാത്ത പുതു അധ്യായമാണ് രചിക്കപ്പെട്ടത്. സത്യദീനന്റെ ദീപശിഖയുമായി കടൽ കടന്നെത്തിയ മാലിക് ദിനാറിനെയും അനുയായികളെയും ആദിത്യമരളി ആർജിച്ച പുണ്യം ഒരിക്കൽ കൂടി വാദി തൊയ്ബയിലൂടെ ഈ ചരിത്രഭൂമി കൈവരിച്ചു. ചെറുതും വലുതുമായ പല സമ്മേളനങ്ങൾക്കും വേദിയൊരുക്കിയെങ്കിലും നിറക്കടലായി ഒഴുകുന്ന സുന്നി പടയണിക്ക് മുന്നിൽ സംഘാടകർ ഒരുക്കിയ മുഴുവൻ സൗകര്യങ്ങളും പരിമിതമായി. നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജനസാഗരത്തെ നിയന്ത്രിക്കാൻ നിയമപാലകരും വളണ്ടിയർമാരും പൂർണ്ണസജ്ജരായി അണിനിരുന്നുവെങ്കിലും നിയന്ത്രണത്തിനും അപ്പുറമായിരുന്നു ഓരോ ആളുകളുടെയും ഒഴുക്ക്. ഉച്ചയ്ക്ക് 12 മണിയോടെ തന്നെ വാദി തൊയ്ബ അടക്കമുള്ള നഗരി ജനങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടി. കാസർഗോഡ് പോലീസിന്റെ സഹായത്തോടെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. നിസ്വാർത്ഥമായ പണ്ഡിതരും സയ്യിദുമാരും നേതൃത്വമരുളിയ സമസ്തയ്ക്കും പോഷക സംഘടനകൾക്കും പിന്നിൽ മുസ്ലിം കേരളം ഭദ്രമാണെന്ന് വിളിച്ചറിയിക്കുകയാണ് നിറഞ്ഞു കവിഞ്ഞ സമ്മേളന നഗരി. 1500ഓളം വളണ്ടിയർമാരെയായിരുന്നു സമ്മേളന നഗരിൽ നിയോഗിച്ചിരുന്നത്. എന്നാൽ എത്തിയ ഓരോ ജനങ്ങളും വളണ്ടിയർമാരായി മാറുന്ന കാഴ്ച കണ്ടപ്പോൾ സമ്മേളനം പൂർണ്ണ വിജയത്തിലേക്ക് നീങ്ങിയതായി സംഘാടകർ പറഞ്ഞു. ഉച്ചയ്ക്ക് മുമ്പായി 3 സെഷനുകൾ അവസാനിച്ച് 4:30ഓടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. പൊതുസമ്മേളനം ആരംഭിക്കുമ്പോഴേക്കും വാദി തൊയ്ബ നിറഞ്ഞു കവിഞ്ഞിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്ത് ലക്ഷദ്വീപിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വാദി തൊയ്ബയിലേക്ക് ഒഴുകിയെത്തിയത്. പടിഞ്ഞാറൻ വെയിലിനെ വകവെക്കാതെ ആൾക്കൂട്ടം വാദി തൊയ്ബയിൽ തടിച്ചുകൂടിയപ്പോൾ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ 60-ാം വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഊന്നുവടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന SYSന്റെ സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ തളങ്കര മാലിക് ദിനാർ മഖാം സിയാറത്തോടെയാണ് തുടക്കം കുറിച്ചത്. അറിവിന്റെ തേന്മഴ ചൊരിഞ്ഞ ഓരോ ശിഷ്യനും അവതാരണ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. കാലികമായ വിഷയങ്ങളിൽ സമൂഹത്തെ ഉത്ബുദ്ധരാക്കാനും സമുദായത്തിനും പ്രകൃതിക്കും പരിസ്ഥിതിക്കും ആശാവഹമായ നവീകരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനും സമ്മേളനത്തിന് സാധ്യമായി. മത, സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യരംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യവും നേതൃത്വവും സമ്മേളന നഗരിക്ക് ആവേശമായി മാറി. പൈതൃക പ്രതീകമായ പായക്കപ്പലിന്റെ മാതൃകയിലുള്ള വേദിയിലാണ് ക്ലാസുകൾ നടന്നത്. ലഭ്യമായ കണക്ക് പ്രകാരം 15 ലക്ഷം ആളുകൾ പങ്കെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത്.
വൈകിട്ട് 4:30 ആരംഭിച്ച പൊതുസമ്മേളനം രാത്രി 11 മണി വരെ നീണ്ടുനിന്നു. കേന്ദ്രമന്ത്രി ഇ അഹമ്മദ്, കേരള സംസ്ഥാന മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടങ്ങി നിരവധി പ്രമുഖരും സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലെത്തുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. SYS 60ാം വാർഷിക സമ്മേളനം ഇന്ദിരാനഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാസിസ്റ്റ് ശക്തികൾ മതേതരത്വത്തിന് വൻ ഭീഷണിയായി മാറുകയാണ്. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി കാണുന്ന ഒരാൾ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് രാജ്യത്തിന് ആപത്താണെന്നും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഫാസിസം രാജ്യത്തിന് മുമ്പിൽ വലിയ ഭീഷണിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ഇന്ന് തിരഞ്ഞെടുപ്പിന്റെ മുഖത്താണ്. നാളിതുവരെ അനുവർത്തിച്ചു വന്ന സൗഹാർദ്ദവും സമാധാനവും കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. ശിഥിലീകരണ ശക്തികളുടെ കൈകളിൽ അധികാരമെത്തുന്നത് അപകടകരമാണെന്നും തങ്ങൾ പറഞ്ഞു. വ്യക്തികളും സമൂഹവും സമാധാനത്തിലും സംതൃപ്തിയിലും ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് മതത്തിന്റെ മൗലിക ലക്ഷ്യം. ഇസ്ലാം ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നത് സമാധാന സന്ദേശമാണ്. വർത്തമാനം സംഘർഷങ്ങളാലും ശൈഥില്യങ്ങളാലും കലുഷിതമാണ്. സ്ഫോടനങ്ങളുടെയും മരണങ്ങളുടെയും വാർത്തകൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സ്ഥലമില്ലാതെ മാധ്യമങ്ങൾ പോലും വീർപ്പുമുട്ടുകയാണെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. മഹത്തുക്കളായ ഔലിയാക്കൾ അവർക്ക് നൽകിയ കറാമത്ത്, അത് രണ്ടിലൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ ലോകത്ത് കടന്നു വന്ന് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്, ഇതിനെ വളർത്തിയെടുത്തത് എന്ന് ഇന്നും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഏത് ഭാഗത്ത് പോയാലും അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാസർഗോഡ് ധാരാളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശം. അതേപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി മക്കയിൽ നിന്നും മറ്റും ഇവിടെ എത്തിയ ധാരാളം ആളുകൾ അന്ത്യവിശ്രമങ്ങളുടെ പ്രദേശം. ഭാരതത്തിന്റെ പാരമ്പര്യം മതസൗഹാർദ്ദത്തിൻ്റെതാണെന്നും എല്ലാ മതക്കാരും ഒന്നിച്ചു നേടിയ സ്വാതന്ത്ര്യമാണ് ഭാരതം അനുഭവിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിന് കളങ്കമുണ്ടാകുന്ന ശക്തികളെ അധികാരത്തിലെത്തുന്നതിൽ നിന്ന് തടയണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. സമസ്തയെ അവഗണിക്കുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു. SYS സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്തയെ അവഗണിക്കുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരും. സച്ചിതരായ സ്വഹാബിവര്യന്മാരാണ് കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നത്. മഹാന്മാരായ മഖ്ദൂമുമാർ ഇത് വ്യവസ്ഥാപിതമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ യാതൊരു വ്യത്യാസവുമില്ലാതെയാണ് സമസ്ത പ്രബോധനം നടത്തിവരുന്നത്. 15 നൂറ്റാണ്ട് കാലത്തെ പൈതൃകമാണ് സമസ്ത കാത്തുസൂക്ഷിക്കുന്നതെന്നും ചെറുശ്ശേരി ഷൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു. 9 പതിറ്റാണ്ടിന്റെ മഹിതമായ പാരമ്പര്യവും ബഹുജനാടിത്താറയുമുള്ള പ്രസ്ഥാനമാണ് സമസ്ത. സർക്കാരുകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ സമസ്തയുടെ അനിഷേധ്യമായ ശക്തിയും സ്വീകാര്യതയും മനസ്സിലാക്കണം. സമസ്തയെ അവഗണിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നവരെ സമുദായം അവഗണിക്കുമെന്നും ചെറുശ്ശേരി കൂട്ടിച്ചേർത്തു. കാരണങ്ങളില്ലാതെ സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി അധികാര കസേരയിൽ കയറിയിരുന്ന് ഐക്യം പറയുന്നവർ ആത്മാർത്ഥതയെപ്പറ്റി ആത്മപരിശോധന നടത്തണം. കള്ളമൊടിയും വ്യാജപാത്രവും കൊണ്ടുവന്ന് ആത്മീയ ചൂഷണം ചെയ്യുന്നവരെ പറ്റി മൗനം പാലിക്കുന്നവർ സ്വന്തം നിലപാട് വ്യക്തമാക്കണമെന്നും ചെറുശ്ശേരി കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരത്ത് തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരം തുമിനാട് ദേശീയപാതയോരത്ത് മനുഷ്യ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയത്. മഞ്ചേശ്വരം തുമിനാട് ദേശീയപാതയ്ക്ക് സമീപം ഐസ് ഫാക്ടറിക്കടുത്ത് കുറ്റിക്കാട്ടിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഞായറാഴ്ച വൈകിട്ട് ഐസ് ഫാക്ടറിക്ക് സമീപം കാടിന് തീപിടിച്ചപ്പോൾ ഉപ്പളയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരുമാണ് തീയണയ്ക്കുന്നതിനിടയിൽ കുറ്റിക്കാട്ടിൽ തലയോട്ടിയും മറ്റും കണ്ടെത്തിയത്. 6 മാസത്തിലധികം പഴക്കമുള്ള തലയോട്ടിയും അസ്ഥികൂടവുമാണ് ഇതെന്നാണ് സംശയിക്കുന്നത്. അസ്ഥികൂടത്തിന്റെ കഴുത്തിൽ കയർകെട്ടിയ നിലയിലാണ്. കുമ്പള CI സിബി തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അസ്ഥികൂടം വിദഗ്ധ പരിശോധനയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലയോട്ടി കണ്ടെത്തിയ പ്രദേശത്തും സമീപത്തു നിന്നുമായി അടുത്ത കാലത്ത് ആരെയും കാണാതായിട്ടില്ലെന്നും അതിനു മുമ്പ് കാണാതായവരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. പഴക്കമുള്ളൊരു മനുഷ്യൻ്റെ ഇതാണ് അസ്ഥികൂടമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് തുമ്മനാട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. മരത്തിൽ കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച രീതിയിൽ കെട്ടിയിരിക്കുന്ന കയറുണ്ട്. ബാക്കിയുള്ള എവിഡൻസുകളെല്ലാം മെഡിക്കൽ കോളേജിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോറൻസിക് സർജൻ സഹായത്തോടെ കളക്ട് ചെയ്യണം. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പുരുഷന്റെയോ സ്ത്രീയുടേതോ എന്ന് വ്യക്തമാവുകയുള്ളൂ. ഏത് പ്രായക്കാരുടേതാണ് അസ്ഥികൂടമെന്ന് പരിശോധനയിൽ കണ്ടെത്തുവാൻ സാധിക്കും.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർവകലാശാലയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥികളുടെ രാപ്പകൽ സമരം. ഹോസ്റ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങിയത്. ഹോസ്റ്റൽ സുരക്ഷ കർശനമാക്കുക, ഹോസ്റ്റൽ ഫീസ് കുറയ്ക്കുക, ഗുണമേന്മയുള്ള ഭക്ഷണം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര സർവകലാശാല നായന്മാർമൂല ക്യാമ്പസിലെ 100ഓളം വിദ്യാർത്ഥികൾ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു സ്വകാര്യ ലോഡ്ജാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റലായി ഉപയോഗിക്കുന്നത്. 40ഓളം കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. നായന്മാർമൂലയിലും പരിസരത്തുമായി പെൺകുട്ടികൾക്കായി 2 ഹോസ്റ്റലും പ്രവർത്തിക്കുന്നുണ്ട്. 3 ഹോസ്റ്റലുകളുമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള 100ഓളം കുട്ടികളാണ് താമസിച്ച് പഠിക്കുന്നത്. എന്നാൽ ഹോസ്റ്റലുകൾക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ സർവകലാശാല അധികൃതർ അലംഭാവം കാണിക്കുന്നതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 3 ഹോസ്റ്റലുകളിൽ 3 തവണ വീതം മോഷ്ടാക്കൾ കയറി പണവും മൊബൈൽ ഫോണും അടക്കമുള്ള സാധനങ്ങൾ കവർന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. മാരകായുധങ്ങളുമായി എത്തുന്ന മോഷ്ടാക്കൾ തങ്ങളെ ഏത് നിമിഷവും ആക്രമിച്ചേക്കാമെന്ന ഭീതിയോടെയാണ് വിദ്യാർത്ഥികൾ കഴിയുന്നത്. ഇക്കാര്യം പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തുവത്രേ. എന്നാൽ ഇതിനെ വിദ്യാർത്ഥികൾക്കിടയിലെ പ്രശ്നമായി ചിത്രീകരിക്കുവാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും പരാതി പറയുന്ന വിദ്യാർത്ഥികളെ മറ്റു ക്യാമ്പസുകളിൽ ചെന്ന് അധികൃതർ മോശമായി ചിത്രീകരിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമായിട്ടും പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇതേ തുടർന്നാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി സർവകലാശാല രജിസ്ട്രാർ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. അതിനാൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുവാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആത്മസായുജ്യം തേടി 100 കണക്കിന് ഭക്തർ നെല്ലിക്കുന്ന അന്നപൂർണേശ്വരി ദേവിക്ക് മുന്നിൽ പൊങ്കാലയർപ്പിച്ചു. ക്ഷേത്രത്തിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേവീ സ്തുതികൾ നിറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 100 കണക്കിന് സ്ത്രീ ഭക്തർ അന്നപൂർണേശ്വരി ദേവിക്ക് ആത്മനൈവേദ്യത്തിന്റെ പൊങ്കാലയർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മാധവമായി പടി ശ്രീകോവിലിൽ നിന്നും ദീപം തെളിച്ച് പണ്ടാര അടുപ്പിലേക്ക് പകർന്നതോടെ മറ്റു അടുപ്പിലേക്കും തീ പടർന്നു. അതോടെ കാസർഗോഡ് ശാന്തദുർഗാംബ റോഡും നെല്ലിക്കുന്ന് പരിസരവുമെല്ലാം യാഗശാലയായി മാറി. അഭീഷ്ടകാര്യസിദ്ധിക്കായി ദേവിക്ക് മുന്നിൽ മൺകലത്തിൽ പൊങ്കാലയർപ്പിച്ച ഭക്തർ പിന്നീട് ആത്മസംതൃപ്തിയോടെ മടങ്ങി. മഹോത്സവത്തിന്റെ ഭാഗമായി തുലാഭാരം, ഉച്ചപൂജ, അന്നദാനം, ദീപാരാധന, ലളിത സഹസ്രനാമം, അലങ്കാര പൂജ തുടങ്ങിയവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് നന്മയുടെ പ്രതീകമാണെന്ന് സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ പറഞ്ഞു. സായിറാം ഭട്ട് നിർമ്മിച്ചു നൽകുന്ന 211ാമത്തെ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരസ്കാരങ്ങൾക്കെല്ലാം മുകളിലാണ് സായിറാം ഗോപാലകൃഷ്ണ ഭട്ടിന്റെ പ്രവർത്തനം. ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ദൈവനിശ്ചയം പോലെ സായിറാം ഭട്ട് ചെയ്യുന്ന ഗൃഹനിർമ്മാണം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. 210, 211 വീടുകളുടെ താക്കോൽദാനമാണ് വീരേന്ദ്രകുമാർ നിർവഹിച്ചത്. ಹಾಗೇನಾದರೂ ಇರಬಾರ್ದು ಅಂತ ಮೊದಲು ನಾನು ಮನಸ್ಸಿನಾಗಿದ್ದೆ. ಹೇಳೋದು ಹಾಗೇನಿಲ್ಲಪ್ಪ, ಅವ್ರ ಮನೆಗೆ ಹೋಗೋದು, ಊಟ ಮಾಡೋದು, ಅವರಲ್ಲಿ ಬರ್ತಾರೆ, ಅವ್ರಿಗೆ ಮನಸ್ಸಿನಲ್ಲಿ ದೇವರು ನಿಲ್ಲಿಸಿ ಕೊಡೋದು, ಇಷ್ಟೇ ಧರ್ಮ. ಇಂಥ ಒಂದು ಪ್ರೋಗ್ರಾಮ್ ನಾನು ನನ್ನ ಜೀವಮಾನದಲ್ಲಿ ನೋಡೇ ಇಲ್ಲ. ಎಲ್ಲರೂ ಕೊಡ್ತಾರೆ, ಮಾಡ್ತಾರೆ, ಬೇಕಾದಾಗ ಅದಕ್ಕೆ ಏನು ಬೇಕಾದರೂ ಪ್ರಶಸ್ತಿ ಬೇಕು, ಜನಗಳು ಹೊಗಳಬೇಕು, ಅವ್ರು ದೊಡ್ಡವರು ಅಂತ ಹೇಳ್ತಾ ಇರಬೇಕು. ಹಾಗೆಲ್ಲ ಏನಾದರೂ ಮಾಡ್ತಾ ಇದ್ರೇನೆ ಇದೆಲ್ಲ ಜನಗಳು ಅವರ ശ്രദ്ധയിൽ ಬರುತ್ತೆ. ബദിയടുക്ക കിളിങ്കാർ സായി നിലയത്തിൽ നടന്ന ചടങ്ങിൽ KPCC നിർവാഹക സമിതി അംഗം P. ഗംഗാധരൻ നായർ അധ്യക്ഷത വഹിച്ചു.
സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പി കോരൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് എ വി രാമകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ എ കെ ശങ്കരൻ, കേരള തുളു അക്കാദമി ചെയർമാൻ അഡ്വക്കേറ്റ് എ സുബ്ബയ്യ റൈ, മാഹിൻ കേലോട്ട്, മഞ്ജുനാഥ ആൽവ, ഷീല കെ ഭട്ട്, എം എച്ച് ജനാർദ്ദനൻ, കെ എൻ ഭട്ട്, ശാന്തി കെ ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സായിറാം ഗോപാലകൃഷ്ണ ഭട്ടും സന്നിഹിതനായിരുന്നു. വിവരാവകാശത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി യുവജന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ടി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ രഞ്ജിത്ത് മാമ്പ്രത്ത് അധ്യക്ഷത വഹിച്ചു. വി ഗോപകുമാർ, ഡോക്ടർ എബി ജോർജ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാരിക്കാട് മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിന് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത്. മഹോത്സവത്തിന്റെ സമാപന ദിവസം ഗണപതി ഹോമം, തൈലാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, മഹാപൂജ, മന്ത്രാക്ഷത തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തുടർന്ന് നടന്ന ധാർമ്മിക പരിപാടിയിൽ എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി സ്വാമികൾ ആശീർവചനം നടത്തി. അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ ധാർമ്മിക പ്രഭാഷണം നടത്തി. ടി ശ്യാം ഭട്ട് അധ്യക്ഷത വഹിച്ചു. യു ടി ആൽവ, ഡോക്ടർ ബി എസ് റാവു, പി എസ് കൃഷ്ണപ്രസാദ്, ഹരിറായ കാമത്ത്, പ്രൊഫസർ എ ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തിങ്കളാഴ്ച രാവിലെ ശ്രീ വിഷ്ണുമൂർത്തി ദൈവത്തിന്റെ പുറപ്പാടും നടന്നു. ഭൂജല വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. കാറോടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BM പ്രദീപ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുറഹിമാൻ കുഞ്ഞുമാസ്റ്റർ, പി വരദരാജൻ, VV പ്രകാശൻ, O രതീഷ്, A പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഗാളിമുഖം ഖലീൽ സുല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. ഈ മാസം 26-നാണ് പരിപാടി. കർണാടക സർക്കാരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യുവാവ് വാഹനാപകടത്തിൽ മരിച്ചു. ബദിയടുക്ക കോപ്പ് ഉമ്മക്കടയിലെ സുനിൽകുമാറാണ് മരിച്ചത്. CPI സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രശേഖരൻ MLA നയിക്കുന്ന പ്രചാരണ ജാഥ പ്രയാണം ആരംഭിച്ചു. ഒസങ്കടിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം K ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. പി ശുഭയുടെ ഗലൂരിക പുസ്തക പ്രകാശനം കാഞ്ഞങ്ങാട്ട് നടന്നു. MP വീരേന്ദ്രകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. CP ശുഭയുടെ കവിതാ സമാഹാരം ഗലൂരികയുടെ പ്രകാശനം കാഞ്ഞങ്ങാട് നടന്നു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ കരുവള്ളൂർ മുരളി അധ്യക്ഷനായി. MP വീരേന്ദ്രകുമാറിൽ നിന്നും ഡോക്ടർ P ലിസി മാത്യു പുസ്തകം ഏറ്റുവാങ്ങി. P അപ്പക്കുട്ടൻ മാസ്റ്റർ, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, രാജ്മോഹനൻ നീലേശ്വരം, കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് എന്നിവർ സംസാരിച്ചു. ബാബു മണ്ടൂർ കവിതാലാപനം നടത്തി. കവിയത്രി CP ശുഭ മറുപടി പ്രസംഗം നടത്തി. PP കുമാരൻ സ്വാഗതവും ജയദേവൻ കരുവള്ളൂർ നന്ദിയും പറഞ്ഞു. ഡിസംബർ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സരമായി പ്രധാന വാർത്തകൾ വീണ്ടും. വീടിന് തീപിടിച്ച അമ്മയും മകളും മരിച്ചു. സംഭവം ചീമേനിയിൽ. ആത്മഹത്യയാണെന്ന് സംശയം. ജനസാഗരം സാക്ഷി ചരിത്രം തിരുത്തിയെഴുതി വാദി തൊയ്ബ. SYS സംസ്ഥാന സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലെത്തുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജനം ഒന്നിക്കണമെന്നും തങ്ങൾ. ഹോസ്റ്റലിൽ സുരക്ഷ തേടി വിദ്യാർത്ഥികൾ. കേന്ദ്ര സർവകലാശാലയ്ക്ക് മുന്നിൽ സ്റ്റുഡന്റ് യൂണിയന്റെ രാപ്പകൽ സമരം. മഞ്ചേശ്വരത്ത് തലയോട്ടിയും മസ്തികൂടവും കണ്ടെത്തിയ സംഭവം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആത്മസായുജ്യം തേടി 100 കണക്കിന് ഭക്തർ നെല്ലിക്കുന്ന് അന്നപൂർണേശ്വരി ദേവിക്ക് മുന്നിൽ പൊങ്കാലയർപ്പിച്ചു. ദാനം നൽകുന്ന വീടുകളുടെ എണ്ണം 211. സമാനതകളില്ലാത്ത നന്മയുമായി സായിറാം ഗോപാലകൃഷ്ണ ഭട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.